ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു സന്തോഷം ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എനിക്ക് എത്താൻ സാധിച്ചത്. തുടർന്നും നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതിയ പുതിയ റെസിപ്പികൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ചെറിയൊരു മധുരമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് മിൽമയുടെ ഓറഞ്ച് പാക്കറ്റ് പാലാണ് കേട്ടോ. നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണിത്. ഇതിലാണ് ഞാൻ ഇന്ന് രസഗുള ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ വേർഷനാണ്, രസഗുളയുടെ ചെറിയ വേർഷനാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. വലിയ രസഗുളയും ചെയ്യാം, ചെറുതും ചെയ്യാം. നമ്മുടെ പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ 1/2 മുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുമ്പോൾ തന്നെ പാല് പിരിഞ്ഞു വരും. ഈ ഒരു രീതിയിലാണ് നമുക്ക് പാല് പിരിച്ചെടുക്കേണ്ടത് കേട്ടോ. കാരണം ഒരുപാട് തിളച്ച് കഴിഞ്ഞിട്ടാണ് പിരിച്ചെടുക്കുന്നതെങ്കിൽ നമ്മുടെ രസഗുള അത്രയും ടേസ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ രീതിയിലാണ് ഇങ്ങനെ പിരിഞ്ഞ് വരിക. ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിതിൽ വെള്ളമൊക്കെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലോത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും വളരെ നൈസായിട്ടാണ് ഇത് പിരിഞ്ഞ് വന്നിട്ടുള്ളത്. കട്ടിയുള്ള രൂപത്തിലല്ല. അങ്ങനെ കട്ടിയായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ പനീർ ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വെള്ളമൊന്ന് കളഞ്ഞെടുക്കാൻ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ ഒരു പുളിരസം കാണും. നമ്മുടെ പനീറിനകത്ത് ഒരു പുളിരസം കാണും. അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നല്ല വെള്ളം വെച്ചിട്ട് ഞാൻ ഈ ഒരു പനീറിൻ്റെ തുണി ഇതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതിലുള്ള പുളിരസം എല്ലാം ആ വെള്ളത്തിലോട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ ഈ തുണിക്കകത്ത് വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ പനീറെല്ലാം കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അരിപ്പയിലാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം. ഇപ്പോഴും അതിന് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ചെറു ചൂടോട് കൂടിയിട്ടാണ് നമ്മളിതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞെടുക്കുന്നത്. ചെറിയ ചൂടല്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പനീർ നമ്മുടെ തുണിയിൽ നിന്ന് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് കുഴച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് നമ്മളിങ്ങനെ കുഴച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ പനീറിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞ് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കുഴച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചെറിയ ബോളായിട്ട് നമുക്ക് ഉരുട്ടി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് കുഴച്ചില്ലെങ്കിൽ ഇതുപോലെ ബോൾസ് ആക്കാൻ പറ്റത്തില്ല. നമുക്കൊരു 14 ചെറിയ ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു ചെറിയ രീതിയിലാണ് രസഗുള ചെയ്തെടുക്കുന്നത് കേട്ടോ. വലിയ രസഗുളകളും ചെയ്തെടുക്കാം. കുറച്ച് വലിയ രീതിയിൽ ഉരുട്ടിയെടുത്താൽ മതി. ഞാനിവിടെ ചെറിയൊരു നെല്ലിക്കയുടെ, അതായത് ചെറിയ നെല്ലിക്ക എന്ന് പറയും, ആ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ആ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഞാനൊരു കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അത് അലിഞ്ഞ് അതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ ചെറുതായിട്ട് ഉരുട്ടി വെച്ചിട്ടുള്ള നമ്മുടെ രസഗുളകൾ ചേർത്ത് കൊടുക്കുന്നത്. രസഗുള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും ഈ ഒരു വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക. എന്നിട്ട് ഈ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ആക്കിയിട്ട് നമ്മൾ അടച്ചിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്കാണ് ഞാൻ 2 ഏലക്ക ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലിട്ടതാണിത്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രസഗുളയൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. നമ്മളിട്ടതിനേക്കാളും വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നല്ലോണം വെള്ളവും പഞ്ചസാരയും ഉള്ള ഒരു ലായനിയാണിത്. നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ രസഗുളയെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ രസഗുള 14 എണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് 1/2 ലിറ്റർ കൊണ്ട് നമ്മൾ ചെയ്തതിൽ. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എല്ലാം കോരി മാറ്റുകയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഏലക്കയുടെ കുരുവെല്ലാം കാണാം. അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ മാറ്റുന്നത്. നമ്മൾ രസഗുളയെല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ആ വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ പഞ്ചസാര, നമ്മൾ ഈ രസഗുള വേവിച്ച വെള്ളം, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ 5 മിനിറ്റ് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്. ഒരുപാട് വെള്ളമയമായി കഴിഞ്ഞാൽ നമുക്ക് രസഗുളയിൽ ഒഴിക്കാനായിട്ട് പറ്റില്ല. കുറച്ച് കട്ടി വേണം. നൂൽ പരുവൊന്നും വേണ്ട കേട്ടോ. കാരണം അത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഷുഗർ സിറപ്പ് രസഗുളയ്ക്കകത്ത് പിടിക്കില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. നമുക്ക് തൊടുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടുന്നൊരു കൺസിസ്റ്റൻസി മതി.
നമ്മുടെ രസഗുള ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റാണ് ഈ രസഗുള കഴിക്കാനായിട്ട്. പിന്നെ മാത്രമല്ല നമ്മളെപ്പോഴും ഉണ്ടാക്കിയ വശം കഴിക്കരുത്. ഇത് ഇന്ന് ഉണ്ടാക്കിയ നാളെ കഴിക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടി സ്വാദ് കൂടുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്സും കമൻസ് എല്ലാം എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. ഇനിയും പുതിയ പുതിയ രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.